തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് ഉത്കണ്ഠയോ വിഷാദമോ ആകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും തനിച്ചിരിക്കുന്നത് ആസ്വദിക്കുന്നത് കൊണ്ടാവാം. സമൂഹം എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നതും ഏകാന്തതയും ഒന്നായാണ് കാണുന്നത്. പക്ഷേ സത്യത്തിൽ ഇത് രണ്ടും രണ്ടാണ്. മനഃശാസ്ത്രജ്ഞർ പോലും കരുതിയിരുന്നത് തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമാണെന്നാണ്. പക്ഷേ അവർക്ക് തെറ്റി. 2016 ഒരു പഠനം ഈ തെറ്റിദ്ധാരണ തിരുത്തി. തനിച്ചിരിക്കാനുള്ള ഇഷ്ടം ഭയമല്ലെന്ന് ആ പഠനം തെളിയിച്ചു. ഇതിനെ അൺസോഷ്യബിലിറ്റി എന്ന് പറയും. ഇതൊരു മാനസിക പ്രശ്നമല്ല, മറിച്ച് ഒരു തരം സ്വഭാവമാണ്. അപ്പം ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുപ്പോ പേടിയോ അല്ല, ഇതൊരു തിരഞ്ഞെടുപ്പാണ്. കാരണം നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി സെൻസിറ്റീവാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷം കിട്ടും. അതായത് മറ്റുള്ളവർക്ക് കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷൻ വേണ്ടിവരും, നിങ്ങൾക്ക് കുറച്ചു മതി. തലച്ചോറിലെ ചിന്തകളെയും ക്രിയേറ്റിവിറ്റിയെ നിയന്ത്രിക്കുന്ന ഭാഗം തനിച്ചിരിക്കുമ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവും. അതുകൊണ്ട് തന്നെ നല്ല പല ഐഡിയകളും വരുന്നത് ആൾക്കൂട്ടത്തിൽ നിന്നല്ല, ശാന്തമായിരിക്കുമ്പോഴാണ്. വിർജീനിയ വൂൾഫിനെ പോലെ പല പ്രതിഭകൾക്കും അവരുടെ മികച്ച സൃഷ്ടികൾക്ക് ഏകാന്തത ആവശ്യമായിരുന്നു. സ്വന്തം ചിന്തകളെ കേൾക്കാൻ ആദ്യം ലോകത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. ഇത് വെറുമൊരു യാദൃശികതയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, പല പ്രതിഭകളുടെയും വിജയത്തിന് പിന്നിലുണ്ട് ഈ ഏകാന്തത. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. നിങ്ങൾ ഏകാന്തത തെരഞ്ഞെടുക്കുകയാണോ അതോ അതിൽ ഒളിച്ചിരിക്കുകയാണോ? അതിന്റെ അർത്ഥം നിങ്ങൾ ആളുകളിൽ നിന്ന് ഓടിപ്പോവുകയല്ല, പകരം സ്വയം റീചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ഒന്ന് വളർച്ചയ്ക്കുള്ള തെരഞ്ഞെടുപ്പാണ്, മറ്റേത് ഒരുപക്ഷെ വേദനയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരിക്കാം. ഇനി ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയാണെങ്കിലും അതൊരു തെറ്റല്ല. അതിനെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത് നല്ലതാണ്. തനിച്ചിരുന്ന് സന്തോഷിക്കുന്നവർക്ക് പൂർണ്ണനാവാൻ മറ്റൊരാൾ വേണമെന്ന ചിന്തയേയില്ല. അവർ സ്വയം സമ്പൂർണരാണ്. കാരണം നിങ്ങളെ പൂർണ്ണനാക്കാൻ നിങ്ങൾ ആരെയും തേടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളും വളരെ മികച്ചതായിരിക്കും. ജപ്പാനിൽ തനിച്ചിരിക്കുന്നത് ഒരു കുറവായിട്ടല്ല, മറിച്ച് ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത്. തനിച്ചിരിക്കുന്നതൊരു നല്ല കാര്യമാണെന്ന ചിന്തയിൽ നിന്നാണ് അവരുടെ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറ് അങ്ങനെയാണ്. ഏകാന്തതയിൽ നിന്ന് ഊർജം കണ്ടെത്താൻ കഴിവുള്ള ഒന്ന്. അത് വളരെ നല്ലതാണ്. മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. എന്നിട്ടും ചിലപ്പോൾ തനിച്ചിരിക്കാൻ തിരഞ്ഞെടുക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ധൈര്യമായി പറയാം, ഞാൻ തനിച്ചായിരിക്കുന്നത് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്.